മുതലാളി ശമ്പളം തരുന്നത് ഈ ജോലിക്കല്ല. എന്നിട്ടെന്താ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാനൊരു മണങ്ങ. ഇങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. നാണം കെട്ടെന്ന് വഴങ്ങിക്കൊടുത്തിട്ടും ശ്രീകണ്ഠൻ എന്നെ ഉപദ്രവിക്കുകയാണ് സാർ. ഇപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തിന് പോയത് എന്നെ സ്ഥലം മാറ്റാനാണെന്നാ കേട്ടത്. സാർ കാര്യത്തിലൊന്നും ഇടപെട്ട്. കൈമളെ, ശ്രീകണ്ഠനും ഞാനും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും വെച്ച് പ്രത്യക്ഷത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒക്കില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം. മതി സാർ. പക്ഷേ മേലിൽ ശ്രീകണ്ഠനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാൻ ആരെയും ഉപദ്രവിക്കുന്ന പ്രകൃതക്കാരനല്ല സാർ. മതി. ആ, നമ്മുടെ പഠിപ്പൊക്കെ എവിടെ വരെയായി? അത് നിർത്തി. വരട്ടെ. നടുവട്ട ഉപഷാപ്പിന്ന് 3680. അവിടെ പണിക്കാരുടെ കുഴപ്പമുണ്ട്. മുതലാളി എപ്പോഴാ വരിക? മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാ പോയത്. നാളെയോ മറ്റോ എത്തുമായിരിക്കും. മൊത്തം കണക്ക് ശരിയല്ലേ? ഇന്നെന്താ ചാക്കോ പിരിവുമായിട്ട്? കൂട്ടുകാരൻ എന്തി? വാസു ഒരു പാവാണ്. അല്ലേലും അവൻ ഈ വിഷയത്തില് വലിയ വിവരജ്ഞാനൊന്നും ഇല്ല. പിന്നെ പേടിയും കാണും. എന്താ താൻ? വാസു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇവിടത്തേക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനില്ലേ? പേടിക്കണ്ടേ? ഞാൻ ആരും പറയില്ല. അടിക്കരുത് അവനെ. വാസു, അപ്പൊ നീ എന്റെ ഭാഗത്താണോ? എങ്കിൽ ഇറങ്ങിപ്പോകാൻ രണ്ടും. എത്ര നേരമായി ഈ ഇരിപ്പ്? നിങ്ങൾക്കൊന്നും കഴിക്കണ്ടേ? നമ്മളിനി എന്ത് ചെയ്യടാ വാസു? പോവാൻ പറടാ. ശ്രീകണ്ഠൻ അവിടെ പട്ടച്ചാരായം വെക്കുമ്പോ നമ്മൾ ഇവിടെ കള്ളച്ചാരായം കാച്ചി വെക്കും. പഠിച്ചതുള്ളിൽ ഞാനും നീ മറന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ റേഞ്ചിലുള്ള എല്ലാ ചാരായ ഷാപ്പും ലേലം വിളിച്ചെടുത്ത് നടത്തുന്നവനാ ഞാൻ. ഇന്ന് വരെ ഒരു ആവശ്യമായിട്ട് ഞാൻ ഈ ആഫീസിൽ കാലുകുത്തിയിട്ടില്ല. ഇന്ന് വന്നത് എന്തിനാണെന്നറിയാമോ? അടുത്ത ഓപ്ഷന്റെ കാര്യം അല്ല, കള്ളവാറ്റ്. നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റൂല്ലയോ? പറയണം. ഇല്ലെങ്കിൽ എനിക്കറിയാൻ വഴി. വേണ്ട സാർ, ഞങ്ങൾ വേണ്ട ചെയ്തോളാം. കൊണ്ടുവരുന്നുണ്ട്. പൊന്ന് സാറേ, ഇനി അടിക്കരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാറ്റിപ്പോയതാണ്. ജീവിക്കാൻ വേറെയും ജോലി ചെയ്തിരുന്നല്ലോ താൻ. അന്ന് ടാങ്കർ ലോറിയുമായിട്ട് വന്ന്
എന്നെ വിഡ്ഢിയാക്കിയത് താനല്ലേ? ഇയാള് വലിയ കത്തിക്കുത്തുകാരൻ. അത് ശ്രീകണ്ഠ മുതലാളി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് സർ. അറിയാം. മേലിൽ നിങ്ങൾ കള്ളച്ചാരായം വാറ്റുകയോ വിൽക്കുകയോ ചെയ്യരുത്. കുരിശുമല മുത്തപ്പനാണ് സത്യം. ഇനി ഞങ്ങൾ ചെയ്യില്ല. $2,10,000. ആരുടെ അത്? മിസ്റ്റർ MK വാസു ആൻഡ് മിസ്റ്റർ PC ചാക്കോ. ഞാനാണ് നിങ്ങൾക്ക് പണം വാങ്ങിച്ചു തന്നതെന്ന് ആരും അറിയരുത്. പറഞ്ഞതുപോലെ മാസാമാസം ആ പണം തിരിച്ചു കൊടുക്കണം. തീർച്ചയായും സർ. സാറ് ചെയ്ത ഈ വലിയൊരു സഹായം നിങ്ങളെ സഹായിക്കായിരുന്നില്ല എന്റെ ലക്ഷ്യം. ഉപദ്രവിച്ചോ? ഇതെന്താ ഇത്? ഈ വേഷം ഇനി എനിക്ക് ചേരില്ല മാധവി. എന്താണ് അവിടുത്തെ പിരിവ്? 4 ബഷാപ്പ് കൂടെ തുടങ്ങി. തന്റെ കൂട്ടുകാരനവിടെ? വാസു. വാസുട്ടാ, എന്താടാ? നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്നു ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. വാസു, അരുത്. ഞാൻ കൂടെ പുറത്തു വന്നോട്ടെ. എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി. എടാ വാസുവേ, നീ വലിയ ഷാപ്പുകാരനായ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ലല്ലോ. ആ ചാക്കോന്റെ അസുഖം എങ്ങനെയുണ്ടടാ? ചാക്കോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയല്ലോ. ഷർട്ടും കൊടുത്തു. ഏതാ വേണ്ടത്? എപ്പോഴും ഒന്നും മാറ്റാൻ നോക്കൂല. എല്ലാം ഞാൻ കൊണ്ടുപോവാ. എന്നാ ഇതും കഴിച്ചു തന്നേക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിൽ ഡോബിണ്ട്. അയ്യോ അയ്യോ ചാക്കോ, ഞാൻ എന്നൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ ചാരായക്കട അടിച്ച് പൊളിച്ചില്ലേ? ആ കണക്ക് തീർന്നെന്ന് നിന്റെ അമ്മാവ് ശ്രീകണ്ഠനോട് പോയി പറ. മണികണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല, വാസുവിനെ. അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അളിയാ, നീ ഓവറല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം. ഇല്ലളിയാ, ഞാൻ ഓവറാണ്. എന്നാ പോയിക്കോ. ഓടെ
ദാ, മുതലാളി, തുടക്കത്തിൽ നിങ്ങൾ എന്റെ ഷാപ്പിലേക്ക് പിക്കറ്റിങ്ങിന് ആളെ അയച്ചു. അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരനെ തല്ലിച്ചതച്ചു. നിങ്ങൾ എന്റെ ചാരായക്കട തല്ലി തകർത്തു. അതിന്റെ കണക്കുകൾ നമ്മൾ തമ്മിൽ തീർത്തതാണ്. പിന്നെ നിങ്ങൾ തുടങ്ങി. ഇതോടെ നിർത്തണം. ഗോവിന്ദേട്ടന് അകത്തേക്ക് ഇരുന്നോളൂ. വേണ്ട മോളെ. ശ്രീകണ്ഠ മുതലാളി ഗോവിന്ദേട്ടനെ പിടിച്ചുവിട്ടിരിക്കുക. എന്താ നിന്നെ പോലെ അയാളും കയറി പിടിച്ചോ മുതലാളി ചമ്മേ? അമ്മള് കേക്കണ്ട. ഒരു കാര്യം പറഞ്ഞോണ്ട് വരുമ്പോ നീ ഇങ്ങനെ. ആ ശരി, പറ. അങ്ങേരുടെ ജോലി അന്വേഷിച്ച് വന്നിരിക്കുക. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും പോകുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ജോലി കൊടുക്കാം. ചാക്കോ, നിനക്കറിയില്ലേ, ഗോവിന്ദേട്ടൻ കൂട്ടുന്ന ചാരായത്തിന്റെ രുചി ഒന്ന് വേറെയാ. പിന്നെ വിഷുവല്ലേ, ഒരുപാട് ചാരായം കൂട്ടിന് വരില്ലേ? ഗോവിന്ദേട്ടാ, ഇന്നു മുതൽ ഞങ്ങളുടെ കൂടെ നിന്നോ.